എല്ലാവർക്കും നമസ്കാരം. മേക്ക് സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ IPL 2024 എലിമിനേറ്റർ പോരാട്ടവും നമ്മളങ്ങനെ കണ്ടു കഴിഞ്ഞിരിക്കുകയാണ്. എലിമിനേറ്ററിൽ അഹമ്മദാബാദിൽ RCB 4 വിക്കറ്റിന് പരാജയപ്പെടുത്തിക്കൊണ്ട് രാജസ്ഥാൻ റോയൽസ് അങ്ങനെ രണ്ടാം ക്വാളിഫയറിനുള്ള യോഗ്യത നേടിയിട്ടുണ്ട്. മെയ് 24 ചെപ്പോക്കിൽ SRH ആണ് രണ്ടാം ക്വാളിഫയറിൽ രാജസ്ഥാൻ റോയൽസിൻ്റെ എതിരാളികൾ. അപ്പോൾ അഹമ്മദാബാദിൽ 4 വിക്കറ്റിലായിരുന്നു RCBക്കെതിരെ രാജസ്ഥാൻ റോയൽസിൻ്റെ വിജയം. ആദ്യം ബാറ്റ് ചെയ്ത RCB 20 ഓവറിൽ 172 റൺസ് എടുത്തപ്പോൾ മറുപടി ബാറ്റിങ്ങിൽ 6 പന്തുകൾ ശേഷിക്കായിരുന്നു രാജസ്ഥാൻ റോയൽസ് ജയിച്ചു കയറിയത്. അപ്പോൾ അഹമ്മദാബാദിലെ പിച്ചിനെ കുറിച്ച് പറയുകയാണ്. കാരണം ഒന്നാം ക്വാളിഫയർ നടന്നത് ആ ഒരു വെന്യൂവിൽ തന്നെയായിരുന്നു. KKR അതോടൊപ്പം തന്നെ SRH. ആ മത്സരം നമ്മൾ കണ്ടതായിരുന്നു. ആദ്യം ബാറ്റ് ചെയ്ത SRH 160 റൺസ് എടുത്തപ്പോൾ മറുപടി ബാറ്റിങ്ങിൽ KKR അനായാസം ജയം കണ്ടെത്തിയത്. സോ അതുപോലെ തന്നെ ആദ്യം ബാറ്റ് ചെയ്യുന്ന ടീമിന് പൊതുവെ ദൗർഭാഗ്യകരമായ ഒരു പിച്ച് തന്നെയാണ് അഹമ്മദാബാദിലേത്. അത് ഇന്നലെ നമ്മൾ കണ്ടതായിരുന്നു. അതിനാൽ തന്നെ ടോസ് എന്നത് അവിടെ ഒരു പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ്. സോ ഇന്നലെ ടോസ് നേടിയ സഞ്ജു സാംസൺ നിസ്സംശയം ബൗളിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. കാരണം ആദ്യം ബാറ്റ് ചെയ്യുന്ന RCBയുടെ തുടക്കം അല്പം മികച്ച തന്നെ. ആദ്യം 3-4 പവർ പ്ലേ അത്യാവശ്യം മികച്ച റണ്ണ് അവർക്ക് നേടാൻ സാധിച്ചിരുന്നാൽ ഏറ്റവും നിർണായകമായത് പവർ പ്ലേയിൽ ബോൾട്ടിൻ്റെ ഓവറിൽ ഫാഫ് ഡുപ്ലസിയുടെ ഒരു തകർപ്പൻ ക്യാച്ച് റോമാൻ പവൽ എടുത്ത് പുറത്താക്കിയത്. അത് ശരിക്കും ഒരു ഗെയിം ചേഞ്ചിങ് മൊമെൻ്റ് തന്നെയായിരുന്നു. സോ അവിടെ നിന്ന് അതിനുശേഷം പിന്നെ മികച്ചൊരു പാർട്ട്ണർഷിപ്പ് ഉണ്ടാക്കാൻ RCBക്ക് സാധിച്ചിരുന്നില്ല. RCBക്ക് വേണ്ടി രജത് പടിദാർ 22 പന്തിൽ 34, വിരാട് കോഹ്ലി 24 പന്തിൽ 33, മഹിപാൽ ലോംറോർ 17 പന്തിൽ 32 റൺസും നേടിയിട്ടുണ്ട്. എടുത്തു പറയേണ്ട പ്രകടനം അതോടൊപ്പം തന്നെ രാജസ്ഥാൻ റോയൽസിൻ്റെ ബൗളർമാർ. ആവേശ് ഖാൻ 4 ഓവർ 44 റൺസ് തുടങ്ങി 3 വിക്കറ്റ് നേടിയപ്പോൾ അശ്വിൻ 2, ട്രെൻറ്റ് ബോൾട്ട്, യുസ്വേന്ദ്ര ചഹൽ എന്നിവർ ഓരോ വിക്കറ്റ് വീതം നേടിയിട്ടുണ്ട്. രാജസ്ഥാൻ റോയൽസിൻ്റെ ബാറ്റിംഗ് പതിവ് പോലെ ഫോമിലേക്ക് ഉയർന്നിട്ടില്ല. ഇന്നലെ യശസ്വി ജയ്സ്വാൾ മികച്ച ഇന്നിങ്സ് കാഴ്ചവെച്ചെങ്കിൽ പോലും പവർ പ്ലേയിൽ അവർക്ക് കാര്യമായ റൺസുകൾ കൊണ്ടുവരാൻ സാധിച്ചിരുന്നില്ല. നമുക്കറിയാം ഇപ്പോൾ ഒരു ലോ സ്കോറിംഗ് ഗെയിം. ഇപ്പോൾ രാജസ്ഥാൻ റോയൽസ് തുടർച്ചയായ 2 മത്സരങ്ങൾ തോറ്റ ഗുവാഹട്ടിയിൽ പഞ്ചാബിനെതിരെ ഹോം മത്സരമായിരുന്നു. ഒരു ലോ സ്കോറിംഗ് ഗെയിമായിരുന്നു. അതിന് മുൻപ് ചെന്നൈക്കെതിരെ ചെപ്പോക്കിൽ അതും ഒരു ലോ സ്കോറിംഗ് ഗെയിം തന്നെയായിരുന്നു. സോ ലോ സ്കോറിംഗ് ഗെയിമുകൾ പ്രധാനമായും ടീമുകളെ സംബന്ധിച്ച് ഇപ്പോൾ ചേസ് ചെയ്യാൻ വരുന്ന ടീമുകളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ് പവർ പ്ലേയിൽ മാക്സിമം റൺസ് കണ്ടെത്തുക. സോ ഈ ഒരു സീസണിൽ ഉടനീളം രാജസ്ഥാൻ റോയൽസിന് പവർ പ്ലേയിൽ കാര്യമായിട്ടൊന്നും ചെയ്യാൻ സാധിച്ചു. ഇപ്പോൾ ബട്ട്ലർ ഉണ്ടായിരുന്ന സമയത്താണെങ്കിൽ പോലും ഇപ്പോൾ ബട്ട്ലറില്ല, പകരം ടോം ക്യാറ്റ്മോർ 11-ൽ എത്തിയിട്ട് പോലും പവർ പ്ലേയിൽ കാര്യമായിട്ടൊന്നും രാജസ്ഥാൻ റോയൽസിൻ്റെ ബാറ്റർമാർക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല. ഇന്നലെയും അത് കണ്ടതായിരുന്നു. യശസ്വി ജയ്സ്വാൾ 30 പന്തിൽ 45, ഒപ്പം സ്ഥിരതയോടെ കളിച്ച റിയാൻ പരാഗ് 26 പന്തിൽ 36. ഒരു ഇടവേളയ്ക്ക് ശേഷം ടീമിലേക്ക് തിരികെ എത്തിയ ഷിംറോൺ ഹെറ്റ്മെയർ അദ്ദേഹത്തിൻ്റെ സംഭാവന കാര്യമായി തന്നെ നിയോഗിച്ചിട്ടുണ്ട്. 14 പന്തിൽ 26 റൺസാണ് അദ്ദേഹം എടുത്തത്. ഒപ്പം അവസാന ഓവറുകളിൽ അശ്വിൻ്റെയും അതോടൊപ്പം തന്നെ റോമാൻ പവലിൻ്റെയും ഒക്കെ ഇന്നിങ്സുകളും എടുത്ത് പറയേണ്ടത് തന്നെയാണ്. RCBക്ക് വേണ്ടി സിറാജ് 2, കരൺ ശർമ്മ, കാമറോൺ ഗ്രീൻ എന്നിവർ ഓരോ വിക്കറ്റ് വീതം നേടിയിട്ടുണ്ട്. സോ അങ്ങനെ RCBയെ എലിമിനേറ്ററിൽ തകർത്ത് വിട്ടുകൊണ്ട് രണ്ടാം ക്വാളിഫയറിന് ചെപ്പോക്കിലേക്ക് വണ്ടി കയറുകയാണ് രാജസ്ഥാൻ റോയൽസ്. SRHനെതിരെ നിർണായക പോരാട്ടം വിജയിച്ചാൽ അവർക്ക് വീണ്ടും ഒരു IPL ഫൈനൽ കളിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.